അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത് തവക്കുലിനെ കുറിച്ചാണ്. അതായത് വിശ്വാസികൾ എല്ലാ കാര്യങ്ങളും ഒരു പേടിയുമില്ലാതെ ഒരു ഭയവുമില്ലാതെ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാൾ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുപോലെ തവക്കുലാക്കിയാൽ, അതായത് അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടതുപോലെ വരമേൽപ്പിച്ചാൽ, എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷ കൈവിട്ടുകൊണ്ട് നിരാശരാവാതെ എല്ലാ കാര്യവും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നൊരു ഉറച്ച വിശ്വാസത്തോടു കൂടി നാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, തവക്കുലാക്കേണ്ടതുപോലെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഭക്ഷണം കൊടുക്കുമെന്നാണ്. അള്ളാഹു താല നിങ്ങൾക്ക് പക്ഷികൾക്ക് ഏത് രീതിയിലാണോ ഭക്ഷണം നൽകുന്നത് അതുപോലെ നിങ്ങൾക്കും ഭക്ഷണം നൽകും. എന്താണ് പക്ഷികളുടെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ തുടർന്ന് പറയുന്നു, ആ പക്ഷികൾ തഗ്ദു ഖിമാസൻ, ആ പക്ഷികൾ രാവിലെ പ്രഭാതത്തിൽ അവയുടെ കൂടുകളിൽ നിന്ന് അന്നം തേടി പോകുമ്പോൾ അവയുടെ വയറുകൾ ഒട്ടിയ രീതിയിലായിരിക്കും, വയറ് കാലിയായിരിക്കും. എന്നാൽ തറൂഹു ബിത്വാന, ആ പക്ഷികൾ വൈകുന്നേരം അവരവരുടെ കൂടുകളിലേക്ക് ചേക്കേറുമ്പോൾ ആ പക്ഷികളുടെ വയറുകൾ നിറഞ്ഞ രീതിയിലാണ് പക്ഷികൾ തിരിച്ച് കൂട്ടിലേക്ക് വരുന്നത്. രാവിലെ ഇവകൾ അന്നം തേടി ഇറങ്ങുമ്പോൾ ഇന്ന ഭാഗത്ത് ഭക്ഷണമുണ്ട്, ഇന്ന സ്ഥലത്ത് ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ഒരറിവോടുകൂടെയല്ല പോകുന്നത്. പക്ഷെ അവർക്കുള്ള ഭക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് അവർ വിചാരിക്കാത്ത ഭാഗത്തുകൂടെ അള്ളാഹു തആല അവർക്ക് നൽകുന്നുണ്ട്. എന്നതുപോലെ നാം അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ, അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടതുപോലെ നമ്മൾ വരമേൽപ്പിക്കുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുമെന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നഷ്ടങ്ങളെ ഓർത്ത് നാം സങ്കടപ്പെടാതെ, വിഷമങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, നമുക്കുള്ള ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളെ ഓർത്ത് സങ്കടപ്പെടാതെ, എല്ലാ കാര്യങ്ങളും ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണ്, അള്ളാഹു ഇതിനൊരു പരിഹാരം കാണും എന്നൊരു വിശ്വാസത്തോടു കൂടി, എന്നൊരു ഈമാനിക ബോധത്തോടു കൂടി നാം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട രീതിയിലുള്ള ഒരു വിജയം നമുക്കുണ്ടാകും. പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും ഒക്കെ തവക്കുലിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് വചനങ്ങൾ കാണാൻ കഴിയും. അള്ളാഹു നമ്മെ തവക്കുലുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.